പുനഃസംഘടനയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ നാളെ ചേരാനിരുന്ന കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റി. കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് യോഗം മാറ്റിയതെന്ന് സൂചനാ വിവരങ്ങളുമായി ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, ഈ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിലാണോ ഈ യോഗം മാറ്റാനുണ്ടായ തീരുമാനം? പാർട്ടി നൽകുന്ന വിശദീകരണം എന്താണ്? കഴിഞ്ഞ ദിവസം കെപിസിസിയുടെ നേതൃയോഗം ഇന്ദിരാഭവനിൽ ചേർന്നിരുന്നു. ആ നേതൃയോഗത്തിന് മുന്നോടിയായി കെപിസിസി ആസ്ഥാനത്ത് നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ എ.കെ. ആന്റണി ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അനവസരത്തിലാണെന്നും അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും ഇത് സംബന്ധിച്ച നേതാക്കന്മാരെല്ലാം ബോധവാന്മാർ ആയിരിക്കണമെന്നുമുള്ള പരസ്യമായ പ്രതികരണം നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് കെപിസിസിയുടെ നേതൃയോഗം ചേർന്നത്. പക്ഷേ ഈ നേതൃയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസ്ഥാനം ഇരുന്നതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ UDFന്റെ ഉന്നതാധികാര സമിതി യോഗം ഓൺലൈനായി ചേർന്നത്. പക്ഷേ ഈ യോഗത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനും പങ്കെടുത്തില്ല. കണ്ണൂരിൽ ഔദ്യോഗികമായ ചില പരിപാടികളിൽ പങ്കെടുക്കാനുള്ളതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. പക്ഷേ അദ്ദേഹം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് അതൃപ്തി പരസ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം നാളെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടായിരുന്നു KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇടവേളയ്ക്ക് ശേഷം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ആ രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിലേക്ക് നയിച്ച സാഹചര്യം എന്ന് വ്യക്തമാക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില തർക്കങ്ങൾ തന്നെയാണ്. അതായത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ, ധാരണയിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിയാതെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് മുതിർന്ന നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഔദ്യോഗികമായി ചേരേണ്ട നേതൃയോഗങ്ങളിലും പ്രതിഫലിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് നാളെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് താഴെത്തട്ടിലുള്ള പുനഃസംഘടന പൂർത്തിയാക്കുന്നതിന് വേണ്ടി ചേരാനിരുന്ന ആ യോഗം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഔദ്യോഗികമായി പാർട്ടി നൽകുന്ന വിശദീകരണം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, അതോടൊപ്പം തന്നെ ശശി തരൂർ തുടങ്ങിയ നേതാക്കൾ സ്ഥലത്തില്ല. അവരുടെ അസൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഇതിന്റെ തീയതി അടക്കം എല്ലാ നേതാക്കളെയും അറിയിച്ചതാണ്. അങ്ങനെയൊരു സമിതി യോഗം അപ്രതീക്ഷിതമായി മാറ്റിവെക്കുമ്പോൾ അതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന സംശയം ബലപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതോടൊപ്പം ഇന്നത്തെ UDFന്റെ ഉന്നതാധികാര സമിതി യോഗം അരമണിക്കൂർ മാത്രമാണ് നീണ്ടത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും പാർട്ടി UDF പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UDFിലേക്ക് മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ സജീവമായി പുരോഗമിക്കുന്നതിനിടയിൽ നേതൃതലത്തിൽ ഇങ്ങനെയൊരു വിയോജിപ്പ് നിലനിൽക്കുന്നത് മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ അതൃപ്തിക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരേണ്ടത് നേതൃത്വത്തിന് അനിവാര്യതയായി മാറും. അവിടെ ദേശീയ നേതൃത്വം ഈ വിഷയങ്ങളെ ഏത് തരത്തിലായിരിക്കും നോക്കിക്കാണുക എന്നതാണ് ശ്രദ്ധേയമാകുക. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.